ഈ അടുത്ത ദിവസം LDF ചേരാൻ പോവാണ്. അപ്പോ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നുള്ളത് നേരത്തെ തന്നെ ശക്തമായൊരു അഭിപ്രായമായി അല്ലെങ്കിൽ ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അടുത്ത ഈ നാളത്തെ യോഗത്തിന്റെ അജണ്ട എനിക്കറിയില്ല ഇപ്പം. പക്ഷേ പ്രതിപക്ഷ ഉന്നതാവ സ്ഥാനം CPIക്ക് പൂർണ്ണമായിട്ടും അവകാശപ്പെട്ട ഒന്നാണെന്ന് CPIക്ക് അറിയാം. ആ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ഓക്കെ, ട്രെയിൻ യാത്ര പൂർവാധികം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് മാറിയല്ലോ അല്ലേ? ട്രെയിൻ യാത്ര കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് പ്രത്യേകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബുക്ക് ചെയ്ത ട്രെയിൻ മുഖേന 1400 പേരെ അവിടെ എത്തിക്കാനായിരുന്നു. സഹാക്കളെല്ലാവരും ഇപ്പോൾ കാണിക്കുന്ന മുൻകൈ പ്രകാരം നീങ്ങിയാൽ അതിനേക്കാളും ഏറെ പേർ പങ്കെടുക്കും. ഇവിടെ അത്ര കടുത്ത വാശിയിലാണ്. ഒരു ഗവൺമെൻറ് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തോക്കില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഓൺലൈൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തുടങ്ങിയോ? ടിക്കറ്റൊക്കെ എല്ലായിടത്തും എവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ടോ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ നാഗർകോവിലിൽ പോയി, മധുരയിൽ പോയി, മംഗലാപുരത്ത് പോയി, ചെന്നൈയിൽ പോയി, ബാംഗ്ലൂരിൽ പോയി. അവിടെ നിന്നെല്ലാം കിട്ടുന്ന എല്ലാ ട്രെയിനിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് സഹാക്കൾ ഡൽഹിയിലേക്ക് എത്തും. ചില ബസ്സിലും പോകും. എത്തും. കേരളത്തിൻ്റെ പങ്കാളിത്തം ഒട്ടും കുറയില്ല. 1-ാം തീയതിയിലെ ഡൽഹി മാർച്ച് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ മാർച്ചായിട്ട് മാറും. അത് ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയെ ഇങ്ങനെയുള്ള ഒരു ചപ്പടി വിദ്യയോടെ തോൽപ്പിക്കാൻ നോക്കരുത്. ഈ പാർട്ടി ഉരുക്കാണ്. ഉരുക്കി കടിച്ചാൽ പല്ല് പോകും. അത് മോദിയും കൂട്ടുകാരും BJP ഗവൺമെൻറ്റും മനസ്സിലാക്കണം.